സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ശാരീരിക ബന്ധപ്പെടലിന് 3 ഫേസസ് ആണുള്ളത്. ഫോർ പ്ലേ, ശരിയായിട്ടുള്ള ആ ഒരു ബന്ധപ്പെടൽ. ആഫ്റ്റർ പ്ലേ, ഇതിൽ ആഫ്റ്റർ പ്ലേ, ശരിയായിട്ടുള്ള ബന്ധപ്പെടൽ, ഫോർ പ്ലേ, ഇത് മൂന്നിനും എത്ര വീതം പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മുഴുവനായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ് കേട്ടോ. വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ 3 പ്രധാന ഘടകങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് രണ്ടുപേർക്കും ഏറ്റവും നല്ല ആ ഒരു സാറ്റിസ്ഫാക്ഷനും ആ ഒരു തൃപ്തിയും കിട്ടുന്നത്. അവർ തമ്മിലുള്ള ബോണ്ടിങ് വളരെയധികം കൂടുതലാകുവാൻ അത് സഹായിക്കുകയും ചെയ്യുന്നത്. ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടലിന് 3 ഫേസസ് ആണുള്ളത്. ഫോർ പ്ലേ, ശരിയായിട്ടുള്ള ആ ഒരു ബന്ധപ്പെടൽ, ആഫ്റ്റർ പ്ലേ. ഇതിൽ ഫോർ പ്ലേക്കുള്ള പ്രാധാന്യം നമുക്ക് വിവരിക്കാൻ തന്നെ പറ്റില്ല, അത്രയ്ക്കും പ്രാധാന്യമാണ്. 60% സമയവും ഫോർ പ്ലേയിൽ ചിലവഴിക്കണമെന്നാണ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് നിർദ്ദേശിക്കുന്നത്. ശരിയാണ്, എല്ലായ്പ്പോഴും അത് പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോഴൊക്കെ ഈ ഫോർ പ്ലേയും കാര്യങ്ങളും ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ക്വിക്കി എന്ന രീതിയിൽ ചെയ്യുന്നത് അത് കുറച്ചുകൂടി നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് തരുന്നതായിരിക്കും. എന്നാൽ മിക്കപ്പോഴും ഈ ഒരു 60% സമയമെങ്കിലും ആ ഒരു ഫോർ പ്ലേയിൽ ചെലവഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് ഈ എക്സ്പേർട്സ് പറയുന്നത്. അതിനുശേഷം ഒരു 15% സമയം മാത്രം നമ്മൾ ആ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ബന്ധപ്പെടലിന് ശ്രമിക്കുക. 25% ആഫ്റ്റർ പ്ലേയിൽ ചിലവഴിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 45 അല്ലെങ്കിൽ 50 മിനിറ്റോളം നമ്മൾ ഈ ഒരു ശാരീരികമായിട്ടുള്ള ആ ഒരു ബന്ധപ്പെടലിന് വേണ്ടി നമ്മൾ സമയം ചിലവാക്കുകയാണെങ്കിൽ ഏകദേശം 25 മിനിറ്റോളം നമ്മൾ ഫോർ പ്ലേക്കായിട്ട് നീക്കി വയ്ക്കണം. ഒരു 10 മുതൽ 15 മിനിറ്റ് മാത്രം നമ്മൾ ആ പ്രോപ്പറായിട്ടുള്ളൊരു ബന്ധപ്പെടലിന് വേണ്ടി മാറ്റിവെക്കണം. അതിനുശേഷമുള്ള സമയം, അപ്പോൾ 25ഉം ഒരു 10ഉം എത്ര, 35ആയി. 45, 50, ഒരു 15 മിനിറ്റെങ്കിലും, അതായത് നമ്മൾ ഈ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ബന്ധപ്പെടലിന് നമ്മൾ ചിലവാക്കുന്നതിനേക്കാൾ ഒരു 5 മിനിറ്റ് കൂടുതലെങ്കിലും നമ്മൾ ആഫ്റ്റർ പ്ലേക്കായിട്ട് ചിലവഴിക്കണം എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഫോർ പ്ലേനെ കുറിച്ച് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രോപ്പറായിട്ടുള്ള ബന്ധപ്പെടലിനെ കുറിച്ച് വീഡിയോ ഇടേണ്ട ഒരു ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ എല്ലാവരും ഓരോ വീഡിയോസിനും എല്ലാം കാണുന്നത് പോലെ അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറൊന്നും നീണ്ടു നിൽക്കുകയില്ല യഥാർത്ഥ ജീവിതത്തിൽ. ഈ വീഡിയോസിലെല്ലാം കുറച്ച് ടാബ്ലറ്റ്സ് എല്ലാം കഴിച്ച് നമ്മൾ ഈ ഓരോ സിനിമയും സീരിയലും എല്ലാം ഷൂട്ട് ചെയ്യുന്നത് പോലെ കട്ട് ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അത് കണ്ടിട്ട് അതേപോലെ പെർഫോം ചെയ്യണമെന്ന് പുരുഷന്മാർ വിചാരിക്കുമ്പോൾ അവർക്കതിന് പറ്റാതെ വരുമ്പോൾ അവർക്ക് വെറുതെ ടെൻഷനാകും. സ്ത്രീകൾ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് തങ്ങളുടെ ഭർത്താക്കന്മാർ പെർഫോം ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അവർക്കും നിരാശയായിരിക്കും ഫലം. അപ്പോൾ അത് കാരണം ആ വീഡിയോസിലെല്ലാം കാണുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അതനുസരിച്ചിട്ടൊന്നും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കണം. വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ നമുക്കൊരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ കിട്ടിയെന്നിരിക്കും. എന്നാൽ ആവറേജ് ആയിട്ട് ശരാശരി ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 തൊട്ട് 12 മിനിറ്റ് വരെ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരേ ദമ്പതികളുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും പല രീതിയിലുള്ള സമയമാണ് കിട്ടുന്നത്. ചിലപ്പോൾ നമ്മൾ കുറേ കാലമെല്ലാം കാണാതെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ടൈമിംഗ് കിട്ടിയെന്ന് വരില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് അവസാനിച്ചേക്കാം. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ടൈമിംഗ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് വേറൊരു വീഡിയോയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ സംസാരിക്കാം. ഈ ഒരു ബന്ധപ്പെട്ട് കഴിഞ്ഞ ശേഷം പുരുഷന് ആ ഒരു ശുക്ലം പുറത്തേക്ക് നിക്ഷേപിച്ച ശേഷം സ്ത്രീക്ക് ആ ഒരു ബന്ധപ്പെടലിൻ്റെ സമയത്ത് ആ ഒരു മൂർധന്യത്തിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും അത് എത്താനുള്ള സാധ്യതയും കുറവാണ്. ഞാൻ ഇതിനോടകം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 20% സ്ത്രീകൾക്ക് 20% സമയം മാത്രമേ ബന്ധപ്പെടുന്ന സമയത്ത് ആ ഒരു മൂർധന്യത്തിലെത്താൻ പറ്റുകയുള്ളൂ എന്ന്. മിക്കപ്പോഴും അതിന് ശേഷം പുരുഷൻ്റെ സഹായത്താൽ വേറെ ഏതെങ്കിലും രീതിയിൽ സ്റ്റിമുലേഷൻ ചെയ്ത് ആ ഒരു രതിമൂർച്ചയിൽ എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്യുന്നതും അല്ലേ. അപ്പോൾ ഈ ഒരു ബന്ധപ്പെടലിന് ശേഷം ആ ഒരു കാര്യവും കഴിഞ്ഞ ശേഷം മിക്കപ്പോഴും എന്താ ചെയ്യുന്നത്, ഒരു പാർട്ട്ണർ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നങ്ങ് ഉറക്കമായി. മിക്കപ്പോഴും ഭർത്താക്കന്മാരങ്ങനെ ചെയ്യുന്നു എന്നതാണ് പല ഭാര്യമാരുടെയും പരാതി. ഇങ്ങനെ ഈ ഒരു ഇജാക്കുലേഷൻ എല്ലാം കഴിഞ്ഞ്
ആ ഒരു മൂർധന്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ശരീരത്തിൽ പലതരം ഹോർമോണുകൾ റിലീസ് ചെയ്യപ്പെടും. പുരുഷന്മാരിൽ ഈ ഹോർമോൺസ് കുറച്ച് കൂടുതലായിട്ട് തന്നെ റിലീസ് ചെയ്യപ്പെടും, കൂടുതൽ തരം ഹോർമോൺസും റിലീസ് ചെയ്യപ്പെടും. അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് അവർക്ക് പലപ്പോഴും കുറച്ചൊരു ഡ്രൗസിനെസ്, അതായത് കുറച്ചൊരു ഉറക്കം പോലെ വരുന്നത്, അവരങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. സ്ത്രീകൾക്കാകട്ടെ അത്ര തന്നെ ഹോർമോൺസ് അങ്ങനെ റിലീസ്ഡ് ആവില്ല. അത് കാരണം മിക്കപ്പോഴും അത് കഴിഞ്ഞാലും കുറേ നേരം അവരങ്ങനെ തന്നെ ഉണർന്ന് കിടക്കും. ഈ ഉണർന്ന് കിടക്കുന്ന സമയത്ത് കൂർക്കം വലിച്ചു കിടക്കുന്ന ഭർത്താവിനെയും കൂടി കാണുമ്പോൾ അവർക്ക് ആകെ ഫ്രസ്ട്രേഷനാകും. അവർക്ക് പലപ്പോഴും തോന്നും തങ്ങളെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്, തങ്ങളോട് സ്നേഹമൊന്നുമില്ല, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം തങ്ങളെ സമീപിക്കുകയാണ്, തങ്ങൾക്ക് പ്രത്യേകിച്ച് സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല, തങ്ങൾക്കൊരു സ്നേഹമോ ഒരു പരിഗണനയോ ഒന്നും കിട്ടുന്നില്ല എന്നൊരു തോന്നലുകളെല്ലാം ഉണ്ടാകും. അതിങ്ങനെ ആലോചിച്ചെടുത്ത് ഇതിനു മുൻപ് നടന്ന സംഭവങ്ങൾ മറ്റേത് മറിച്ചതും എല്ലാം ആ സമയത്താണ് പല സ്ത്രീകളും ആലോചിക്കുന്നത്. എന്നിട്ട് അവർ കരഞ്ഞ് കിടന്ന് ഉറങ്ങുകയായി. മിക്ക വീടുകളിലും ഇത് സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം, അല്ലേ? നിങ്ങൾ എന്ത് പറയുന്നു? ഒരുപാട് പേര് അവിടെ ഇരുന്ന് തലയാട്ടുന്നുണ്ടാവുമെന്ന് എനിക്ക് അറിയാം. അപ്പോൾ ഇവിടെയാണ് ആഫ്റ്റർ പ്ലേയുടെ പ്രസക്തി വരുന്നത്. ആഫ്റ്റർ പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ പുരുഷനും സ്ത്രീക്കും രണ്ടുപേർക്കും ആ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കുറച്ച് സമയം, ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവാക്കണമെന്നില്ല. ഞാൻ ഐഡിയലായിട്ട് ഈ പറഞ്ഞ ആ ഒരു 25 മിനിറ്റ് ഏകദേശം ഫോർ പ്ലേ, ഒരു 10 മിനിറ്റോളം നമ്മൾക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബന്ധപ്പെടൽ, പിന്നീട് ഒരു 15 മിനിറ്റ് നമ്മൾ ഈ ആഫ്റ്റർ പ്ലേ എന്ന രീതിയിൽ ചിലവഴിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 5-6 മിനിറ്റെങ്കിലും അതിനുവേണ്ടി ചിലവാക്കിയാൽ വളരെ നല്ലത്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് അത് പലർക്കും അറിയില്ല. എന്താ ഇപ്പം ഈ ആഫ്റ്റർ പ്ലേ എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു തരാം, കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് എന്താണോ സൂട്ടബിൾ അത് ചെയ്യുക. നമ്മൾ രണ്ടുപേരും പരസ്പരം ഒന്ന് ഹഗ് ചെയ്ത് പരസ്പരം ഒന്ന് തലോടി ചെറിയ ആ ഒരു രീതിയിൽ സ്നേഹപ്രകടനം നടത്തി നമുക്ക് ഈ ഒരു നമ്മൾ ഈ ചെയ്തില്ലേ, നമ്മൾ അതിന് മുൻപൊക്കെ നമ്മൾ ചെയ്തില്ലേ, അതിൽ നമ്മൾക്ക് എത്രത്തോളം തൃപ്തി കിട്ടി, നമുക്ക് ഏതൊക്കെയാണ് അത് ഇഷ്ടപ്പെട്ടത്, ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ ഏതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടെല്ലാം സംസാരിക്കാം. വെറുതെ നമുക്ക് വേറെ ഏതെങ്കിലും കാര്യം, ഈ ഒരു ബന്ധപ്പെടലിൻ്റെ കാര്യമല്ലാത്ത വേറെ ഏതെങ്കിലും കാര്യങ്ങളെങ്കിലും നമുക്ക് സംസാരിക്കാം. ഒരു ഐ ലവ് യു പറയാം. അതിനെന്താ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? അല്ലേ? ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? നമ്മൾ ഈ വക കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എത്ര ഭർത്താക്കന്മാരാണ് ഭാര്യമാരോട് അത് കഴിഞ്ഞ് ഐ ലവ് യു പറയുന്നത്? എല്ലാവരും ഒന്നും പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല. കുറച്ചുപേരൊക്കെ പറയുന്നുണ്ടാവും. എന്നാൽ ഒരുപാട് ആളുകൾ അതൊന്നും പറയാൻ മുതിരാറില്ല എന്നുള്ളതാണ് ഭാര്യമാരുടെ പരാതി. ഒന്ന് ഭാര്യയുടെ തലമുടിയെല്ലാം ഒന്ന് മാടി ഒതുക്കി വെച്ച് ഒന്ന് ഇങ്ങനെ ഒരു ഐ ലവ് യു ഒക്കെ പറഞ്ഞ് സ്വീറ്റ് നത്തിങ്സ്, പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഒന്ന് സംസാരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ലല്ലോ, അല്ലേ? ആ സമയത്ത് നീ അന്ന് അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വഴക്കും വക്കാണോ ഒക്കെ കൊണ്ടുവന്ന് ആ തർക്കത്തിൽ ഏർപ്പെടാനല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് രണ്ടുപേർക്കും കുറച്ചെങ്കിലും ഒരു സന്തോഷം തരുന്ന, പരസ്പരം തങ്ങൾക്ക് സ്നേഹവും ആ കുറച്ച് ബഹുമാനവും എല്ലാം ഉണ്ട് എന്ന് പരസ്പരം കാണിക്കാൻ ഉതകുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. ഇനി അതിനുശേഷം ബാത്റൂമിൽ പോയിട്ട് സ്ത്രീകൾ മിക്കപ്പോഴും ഒന്ന് കഴുകാനൊക്കെ ശ്രമിക്കാറുണ്ടല്ലോ, അല്ലേ? അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് ഭർത്താവിനും പോകാം. അങ്ങനെ രണ്ടുപേരും പരസ്പരം വേണമെങ്കിൽ ഒരുമിച്ച് ഒരു ചെറിയൊരു കുളിയാകാം. അതല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം ഒന്ന് കഴുകി കൊടുക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാം, അല്ലേ? എന്നിട്ട് അതിന് ശേഷം വന്ന് പിന്നീട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ എത്ര നല്ലതല്ലേ? അങ്ങനെ ആയാൽ ഭാര്യയ്ക്ക് തോന്നും തങ്ങൾക്ക് ഒരു പരിഗണന കിട്ടുന്നുണ്ട്, തങ്ങളെ വെറുതെ ഒരു ഉപകരണമായിട്ടല്ല ഉപയോഗിക്കുന്നത് എന്ന്. മിക്ക സ്ഥലത്തും ഇപ്പോൾ നടക്കുന്നത് എന്താ? ഇത് എല്ലാം കഴിഞ്ഞ്, ഈ ബന്ധപ്പെടലെല്ലാം കഴിഞ്ഞ ശേഷം ഒന്നുകിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭർത്താക്കന്മാർ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നങ്ങ് ഉറങ്ങും. ചില സ്ഥലത്ത് ഭാര്യമാരും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ എന്താ, ഈ മൊബൈൽ ഏറ്റവും വലിയ ശത്രു, ബെഡ്റൂമിലുള്ള ഏറ്റവും വലിയ ശത്രുവാണ് മൊബൈൽ. ആ മൊബൈലും കുത്തിപ്പിടിച്ചിട്ട് എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ നോക്കി ഇരിക്കും. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോയി അവർക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ബെഡിൽ കിടക്കുന്ന വ്യക്തിക്ക് വളരെയധികം ഒരു നിരാശയും ഡിജക്ഷനുമാണ് ഉണ്ടാകുന്നത്. ഇത് എപ്പോഴും പുരുഷന്മാരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് പല സ്ത്രീകളും ഈ രീതിയിൽ പെരുമാറാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ബന്ധപ്പെടൽ എന്നുള്ളത് നമുക്ക് ആ ഒരുപാട് സന്തോഷവും സമാധാനവും തന്ന് ബോണ്ടിങ് നന്നായി കൂട്ടാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്.
ഇത് ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അടുത്ത് ഈ അൺകൺസുമേറ്റഡ് മാരേജ്, അതായത് വിവാഹശേഷം ഇതുവരെ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ദമ്പതികൾ വരുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ ഈ ഫോർപ്ലേ എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ആ ഒരു കാര്യമാണ് നടക്കുന്നത്. അങ്ങനെയല്ല അത് വേണ്ടത്. ഫോർപ്ലേ, പ്രോപ്പറായിട്ടുള്ള ബന്ധപ്പെടൽ, അതിനുശേഷം ആഫ്റ്റർ പ്ലേ, എല്ലാത്തിനും ഒരേപോലെ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. നിങ്ങളെല്ലാവരും അങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കൂ. തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമുക്ക് ഇത്രയും നാളും ആ ഒരു ശീലം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം നമ്മുടെ ആ ഒരു ബന്ധപ്പെടലിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ബോധപൂർവം ഇതിനെ ശ്രമിച്ചു നോക്കൂ. ഭാര്യയായാലും ശരി, ഭർത്താവായാലും ശരി, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് വളരെയധികം ശക്തമാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എപ്പോഴും ഒന്നും ഈ ഇടയ്ക്കുള്ള ആ ഒരു ബന്ധപ്പെടൽ എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു ആവശ്യം ഇല്ല തന്നെ. ഫോർപ്ലേ ഒക്കെ കഴിഞ്ഞ് മ്യൂച്വലായിട്ട് നമുക്ക് പരസ്പരം ആ ഒരു മൂർധന്യത്തിൽ എത്തിക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ അതിന് ശേഷവും ഈ ആഫ്റ്റർ പ്ലേ ആകാം. എപ്പോഴും ഈ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യം സക്സസ്ഫുൾ ആവുള്ളൂ, അതല്ലെങ്കിൽ ഫെയിലിയർ ആണ് എന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. പലരും അങ്ങനെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. അത് കാരണം തന്നെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് വിഷമമായി, നിരാശയായി, തങ്ങളെക്കുറിച്ച് തന്നെ ഒരു ആത്മവിശ്വാസ കുറവായി, അല്ലെങ്കിൽ മറ്റുള്ള ആളെക്കുറിച്ചിട്ട് ഒരു വിഷമമായി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുക? ഫെയിലിയറിനെ അഭിമുഖീകരിക്കാനുള്ള മടി കാരണം പലപ്പോഴും എന്തു ചെയ്യും? അവർ അത് മാറ്റിവെക്കും, പിന്നേക്ക് മാറ്റിവെക്കും. അതല്ലെങ്കിൽ അത് കൺവീനിയൻ്റ് ആയിട്ട് അത് ഒഴിവാക്കും, അല്ലെങ്കിൽ അതങ്ങ് മറന്നു പോകും, വേറെ ജോലികളിലെല്ലാം ഏർപ്പെടും. ചിലരൊക്കെ എന്ത് ചെയ്യും? ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും സാരമില്ല, നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്, അങ്ങനെ ഇരുന്നാൽ മതി. വേറെ ചിലരുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ വിവാഹ ജീവിതത്തിനെ കെട്ടുറപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്ന, നമുക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ടെന്ന് കാണിക്കാനും, അതുപോലെ ഭർത്താവിന് തിരിച്ച് ഭാര്യയോട് സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട് എന്ന് കാണിക്കുവാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫോർപ്ലേയും ആഫ്റ്റർ പ്ലേയും ഒക്കെ. അപ്പോൾ ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മുതലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. വളരെയധികം വ്യത്യാസം വരും. ആഫ്റ്റർ പ്ലേയിൽ ഞാൻ ഈ പറഞ്ഞത് കൂടാതെ വേറെ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാവുന്നതാണ്. കേട്ടോ? അപ്പോൾ ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.